അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്ന് പറയുന്നത്. പൈസക്ക് പൈസ തന്നെ വേണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് പൈസ അത്രയും ആവശ്യമായി വരുന്ന അവശ്യ വസ്തുക്കളിൽപ്പെട്ടതാണ്. പക്ഷേ പലപ്പോഴും നമ്മളെ സമ്പാദിക്കുന്ന സമ്പത്ത് പൈസയിലെ പോകുന്നതെന്ന് അറിയുന്നില്ല. ഇപ്പം എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നില്ല, ദിവസവും പണിക്ക് പോകുന്നുണ്ട്, ഒരു കാര്യമില്ല. ഇതൊക്കെ സാധാരണ പറയാറുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വളരെ കൃത്യമായി നമ്മുടെ ക്യാഷ് വിനിയോഗിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്ത് കാണാതെ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അനുകരണമാണ്. അനുകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസിയുടെ കല്യാണത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ കല്യാണം, അവർ നടത്തിയ സൽക്കാരത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ സൽക്കാരം, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ വീടിനനുസരിച്ച് നമ്മുടെ വീട്, അയൽവാസിയുടെ വീടിനനുസരിച്ച് നമ്മുടെ വീട്, ഇങ്ങനെ വീട്, വസ്ത്രം, പാർപ്പിടം, വാഹനം, മൊബൈൽ പോലുള്ള നമ്മുടെ ആവശ്യ വസ്തുക്കൾ, ഇതിലൊക്കെ നമ്മുടെ കപ്പാസിറ്റി നോക്കാതെ നമ്മൾ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ മറ്റുള്ളവരെയോ നമ്മുടെ റോൾ മോഡലുകളെയൊക്കെ നോക്കിയിട്ട് അനുകരണം നടത്തുമ്പോൾ, അവരെ പോലെ നമ്മളാകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ള കാശ് വറ്റിപ്പോകും. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ കാശ് നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുകൊണ്ടാണ്. ചില ആളുകളൊക്കെ എന്നും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരാണ്. അത് ക്യാഷുള്ളവൻ അവൻ്റെ കാശിനനുസരിച്ച് നീങ്ങുന്നത് കണ്ട് ആഴ്ചയിൽ ഒരിക്കൽ പോലും അതിന് കഴിയാത്തവൻ എന്തിനാണ്? അപ്പോൾ കാശ് നഷ്ടപ്പെട്ടു പോകുന്ന രോഗം ഒന്ന് അനുകരണമാണ്. അത് പാടെ നമ്മൾ ഒഴിവാക്കുക. അതുകൊണ്ട് ഈ ഒരു അനുകരണശീലം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പൈസ സ്വരൂപിക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യമാണ് ദാനശീലം വർദ്ധിപ്പിക്കുക എന്നത്. ഉള്ളതിനനുസരിച്ച് നമ്മൾ ചെലവാക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരട്ടി തരും. അതല്ലേ മുത്തുനബി സ്വല്ലല്ലാഹു. നിങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരാം. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ വലിയ മഹദിയാണ്. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ മഹാരഥന്മാർ ആ കാലഘട്ടത്തിലെ ഖുതുബായിരുന്നു മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു. അവരെ പോലെയുള്ളവരൊക്കെ ദുആ ചെയ്യിപ്പിക്കാറുള്ള മഹദിയായിരുന്നു. ഒരു ദിവസം മഹദിയുടെ വീട്ടിൽ 2 പണ്ഡിതന്മാർ വരുന്നു. ആ പണ്ഡിതന്മാർ വന്നപ്പോൾ അവർക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് മഹദിക്കറിയാം. എന്നാൽ ആ വീട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു യാചകൻ വന്നു. വീട്ടിലുണ്ടായിരുന്ന 2 റൊട്ടി, 2 കുബൂസ് അതെടുത്തിട്ട് അവർക്ക് കൊടുത്തു. പണ്ഡിതന്മാർക്ക് വിഷമമായിപ്പോയി. കാരണം അവർ വിശക്കുന്നുണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, മഹദി പണ്ഡിതന്മാരെ പരിഗണിക്കാറുള്ളവരാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇവർ ആദ്യം വന്നവരാണ്. ഇതൊന്നും പരിഗണിക്കാതെ മഹദി ഉള്ളത് അവർക്കെടുത്തു കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഒരു കുട്ടയിൽ റൊട്ടിയുമായി വരികയാണ്. മഹദി അവർകൾ ആ വട്ടി ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതിങ്ങനെ തുറന്നു നോക്കി എണ്ണി നോക്കിയിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നുകിൽ എണ്ണം പിഴച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വീട് മാറിയിട്ടുണ്ട്. ഈ കുട്ടി വീട്ടിലേക്ക് പോയി വീണ്ടും ആ ഒരു വട്ടിയുമായി വീണ്ടും തിരിച്ചു വന്നു. മഹദി എണ്ണി നോക്കിയിട്ട് പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ നോക്കൂ. പണ്ഡിതന്മാർ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, എന്താണിത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിശന്നിട്ടാണ് വന്നതെന്നറിയാം, പക്ഷേ ഇവിടെയുള്ള 2 റൊട്ടി കൊണ്ട് നിങ്ങൾക്കൊന്നും തികയില്ല. ഞാൻ ഈ റൊട്ടി കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു, എൻ്റെ വീട്ടിൽ 2 പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, കൊടുക്കാൻ ഭക്ഷണമില്ല. 1 കൊടുത്താൽ 10 കിട്ടുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിതാ നിന്റെ മാർഗത്തിൽ 2 റൊട്ടി ഈ യാചകന് ധർമ്മം ചെയ്യുകയാണ്. അതിന് പകരമായി 20 തരണേ. ആദ്യം കൊണ്ടുവന്ന റൊട്ടിയിൽ 18 ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തത്. രണ്ടാമത് ഇതാ നോക്കൂ, ഇത് 20 റൊട്ടിയാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, പരിപൂർണമായി ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് 1 കൊടുത്താൽ 10 കിട്ടും എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം. അത് അള്ളാഹു ഒരു രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിൽ എനിക്ക് തരും എന്നൊരു ഉറപ്പോടുകൂടെ നമ്മൾ ഉള്ളതിനനുസരിച്ച് ദാനം ചെയ്യുന്നൊരു സ്വഭാവം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നവർക്ക് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിരുന്ന രീതി ദാരിദ്ര്യത്തെ ഭയക്കാത്ത രീതിയായിരുന്നു. അപ്പോൾ ഈ കൊടുക്കുക, ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കരുത് നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് വകയില്ലാതെ ഏതോ കാണുന്ന യാചകന് കൊടുക്കണമെന്നല്ല. സ്വന്തം ഭാര്യയുടെ വായയിലേക്ക് ചോറ് ഉരുളയാക്കി വെച്ചു കൊടുക്കുന്നത് പോലും ധർമ്മമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് കൊടുക്കുന്നത്, കുടുംബത്തിന് കൊടുക്കുന്നത്, അയൽവാസികൾക്ക് കൊടുക്കുന്നത് കൂടുതൽ പ്രതിഫലാർഹമാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമതൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഒരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ ആ വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നതാണ്. മനസ്സിലാകുന്ന ഒരു ഉദാഹരണം, നമ്മുടെ വീട്ടിലേക്ക് ഒരു സഹോദരിക്ക് വേണ്ടി നമ്മളൊരു ഡ്രസ്സ് വാങ്ങി, മാക്സി വാങ്ങി. അത് കേടുവരുമ്പോൾ നമുക്കത് പല വിധത്തിലും ഉപയോഗിക്കാം. നമ്മുടെ പില്ലോ കവറായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന വാതിലിലിടുന്ന ചവിട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഡ്രസ്സായിട്ട് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു വസ്ത്രം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ നമുക്കത് വീണ്ടും 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 നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ട്രിക്കുകൾ, ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് സിദ്ധാന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്ത് വരികയും ആ സമ്പത്ത് നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കൂടെ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.